ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളൊരു ചെറിയ യാത്ര പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ, തൃശ്ശൂർ നെഹ്റു പാർക്ക്. ഇത് പിള്ളേരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള സന്തോഷം കാണേണ്ട സന്തോഷം തന്നെ, ഭയങ്കര തുള്ളിച്ചാട്ടായിരുന്നു. പിന്നെ ആരാല്ലേ നെഹ്റു പാർക്കിൽ പോകുമ്പോൾ സന്തോഷിക്കാത്തത്? എല്ലാവരും സന്തോഷിക്കുന്ന കാര്യമെന്ന് എനിക്കറിയാം കേട്ടോ, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. പിന്നെ നെഹ്റു പാർക്കിൻ്റെ റൗണ്ടിലെത്തിയപ്പോൾ വളരെ സന്തോഷമായിട്ടാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ ഒരു നല്ലൊരു ഫീലാട്ടോ നമുക്ക് ആ പാർക്കിൻ്റെ അവിടെ. അതൊരു പ്രത്യേക ഫീൽ നമുക്ക് കിട്ടും കേട്ടോ, നല്ല പ്രകൃതിയും ഒക്കെ ഒരു ഭയങ്കര ഫീലാട്ടോ. അത് കഴിഞ്ഞ് പിള്ളേർ ആ പാർക്കിലേക്ക് നടക്കുന്ന ടൈമിൽ കളിപ്പാട്ടങ്ങൾ ഇഷ്ടം വരാറുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞേ, നിങ്ങൾ കളിപ്പാട്ടമൊന്നും വാങ്ങരുതേ, നിങ്ങളിപ്പോൾ കളിക്കാനാണ് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോള് ഒറ്റടി വെച്ച് നടക്കുകയാണ് കേട്ടോ ആദ്യമായിട്ട് പാർക്കിൽ. അപ്പോൾ അതും ഒരു നൊസ്റ്റാൾജി ഫീലായിരുന്നു നമുക്ക് തന്നേട്ടാ. പിന്നെ കുറേ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു, പിന്നെ റൈഡ്സിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരൊക്കെ സ്ലൈഡിൽ ഇഴുകി തുടങ്ങി. എനിക്ക് ആ സ്ലൈഡിൽ ഇഴുകാൻ ഭയങ്കര പേടിയാണ്, കയ്യൊക്കെ ഉറയോ എന്നൊക്കെ പേടിയുള്ള റൈഡ്സാണ്. എന്നാലും പിള്ളേർക്ക് എന്തില്ല, നമ്മൾക്ക് മാത്രമേ പേടിയുള്ളൂ, അവർക്കൊരു പേടിയില്ല. അപ്പോൾ അങ്ങനെ അവരും പിന്നെ ചെറിയ മോളും ഒക്കെ സ്ലൈഡിൽ യാത്ര ഇങ്ങനെ ഇഴുകിയിട്ടാണ്. അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾ 2-3 തവണയൊക്കെ സ്ലൈഡിൽ ഇഴുകിയിട്ടാണ്. അപ്പോൾ അവളുടെ ആദ്യത്തെ പാർക്കിലെ അനുഭവമാണല്ലോ അത്. അവളും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ പിള്ളേരും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ആ ചേട്ടനും കൂടി അവളുടെ സ്ലൈഡിൽ ഇഴുകിയിട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ യന്ത്രഊഞ്ഞാലിലിരുന്നു. യന്ത്രഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി അവൾക്ക്. അവളെല്ലാവർക്കും ടാറ്റയൊക്കെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ സന്തോഷത്തിലായിരുന്നു. അവൾക്കൊരു ആദ്യം ഒരു പകപ്പായിരുന്നു ആൾക്ക്, ഇതെന്താണെന്ന് അറിയാത്തത്. പിന്നെ ആൾ ഭയങ്കര എൻജോയ്. പിന്നെ ഇതിന്ന് എടുക്കേണ്ട ടൈം വന്നപ്പോൾ ആൾ എടുക്കാൻ കൂട്ടാക്കാണ്ട് അത് മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. വെങ്ങണിശ്ശേരി പെരുന്നാളായിരുന്നു. അവിടെ നല്ലോണം മാലബലപ്പെട്ടുണ്ടായിരുന്നു.